നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന 10th ലെവൽ എക്സാം, അതായത് പ്രിലിമിനറി എക്സാമിനേഷന് വരുന്ന അതായത് ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 1000 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മുടെ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച 1000 ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ 1000 ചോദ്യങ്ങൾ. ഇതിൻ്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു എന്നാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ? അത് 1950 ജനുവരി 26 ഈ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? അത് 22 ഭാഗങ്ങൾ. എത്ര ഭാഗങ്ങൾ? 22 ഭാഗങ്ങൾ അല്ലേ. എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395 അനുച്ഛേദങ്ങൾ. എത്ര അനുച്ഛേദങ്ങൾ? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. എത്ര പട്ടിക? 8 പട്ടിക. ഓർത്തു വെച്ചോ, 22 ഭാഗം, 395 അനുച്ഛേദം, 8 പട്ടിക. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? അത് 1989. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ചത്. നെക്സ്റ്റ്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലൂടെയാണ്? അത് കേശവാനന്ദ ഭാരതി കേസ്. ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലൂടെയാണ്? കേശവാനന്ദ ഭാരതി കേസ് അല്ലേ. ഇനി ജാതി മത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ. ആരാണ്? ജ്യോതിറാവ് ഫുലെ. എന്താണ് ക്വസ്റ്റ്യൻ? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ജ്യോതിറാവ് ഫുലെ. ആരാണ്? ജ്യോതിറാവ് ഫുലെ അല്ലേ. ഇനി ഗോത്ര വിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് നഞ്ചിയമ്മ. ആരാണ്? നഞ്ചിയമ്മ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? നഞ്ചിയമ്മ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? അത് നിലമ്പൂർ ആയിഷ. ആരുടേതാണ്? നിലമ്പൂർ ആയിഷ. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന് ചോദിച്ചാൽ പറയണം അത് നിലമ്പൂർ ആയിഷയാണ്. നെക്സ്റ്റ്, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ്? അത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. എന്താണ് ക്വസ്റ്റ്യൻ? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ്? അത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. നെക്സ്റ്റ്, EK ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? അത് സസ്യശാസ്ത്രം. ആരാണ്? സസ്യശാസ്ത്രം. ആരാണ്? EK ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രമാണ് അല്ലേ. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷമാണ് 1948. ഏത് വർഷമാണ്? 1948 അല്ലേ. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. നെക്സ്റ്റ്, എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പു നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അത് അനുച്ഛേദം 14. ഏതാണ്? അനുച്ഛേദം 14 ആണല്ലേ. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 14. നെക്സ്റ്റ്, മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 14. എന്താണ്? അനുച്ഛേദം 15. അപ്പം എന്താണ് അനുച്ഛേദം 15 പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വർണ്ണ വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 15. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 14. നെക്സ്റ്റ്,
ഒരു കോളത്തിൽ നമ്മൾ കൊടുത്തതാണ്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രം, ഇത് ഓൾറെഡി PS ചോദിച്ച എന്താണ്? കാർബോജനിൽ എന്നാണ്. കാർബോജനിൽ, കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതമാണ് കാർബോജനിൻ എങ്കിൽ കാർബോജനിലെ ഘടകവാതകങ്ങളേവ? അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. കാർബോജനിലെ ഘടകവാതകങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പറയണം, അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അല്ലേ. ഈ കാർബോജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജന്റെ അളവ് എത്രയാണ്? 95%. എങ്കിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ശതമാനമായിരിക്കും? 95% ഓക്സിജൻ ഉണ്ടെങ്കിൽ വെറും 5% മാത്രമായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള താരതമ്യേന ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഇത്? ഭൂവൽക്കം. ഏതാണ്? ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കമെങ്കിൽ വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏതാണ്? അത് പർവ്വത പ്രദേശമാണ്. ഏത്? വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള ഭൂപ്രദേശം ഏതാണ്? അത് പർവ്വത പ്രദേശമാണ്. നെക്സ്റ്റ്, ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്? അസ്തനോസ്ഫിയർ. അപ്പം അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ് അല്ലേ. ശിലാമണ്ഡലത്തിന്റെ താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്? അസ്തനോസ്ഫിയർ. എങ്കിൽ ഭൗമഘടനയിൽ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഏത്? കാമ്പ്. നിഫെ എന്നറിയപ്പെടുന്നത് കാമ്പാണ് അല്ലേ. ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? അത് 29 കിലോമീറ്റർ വരെ. എത്ര കിലോമീറ്റർ വരെ? 29 കിലോമീറ്റർ വരെ. ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ വരെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴവെള്ളത്തിൻ്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? 5ൽ കുറവ്. എന്താണ്? മഴവെള്ളത്തിൻ്റെ pH 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നു. നെക്സ്റ്റ്, ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഇത്? മീസോസ്ഫിയർ. എന്താണ്? മിസോസ്ഫിയർ. എന്താണ്? മിസോസ്ഫിയർ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ പറയണം, അത് മിസോസ്ഫിയർ ആണല്ലേ. ഇനി ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അപ്പം ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയായ മിസോസ്ഫിയറിലാണ് ഏത്? ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത്. അപ്പം ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അത് മിസോസ്ഫിയർ ആണല്ലേ. ഇനി റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയർ. എന്താണ്? തെർമോസ്ഫിയർ. അപ്പം അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അത് അയണോസ്ഫിയർ ആണ്. ഈ അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ഏതിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. അപ്പം റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. ഓർത്തിരിക്കുക, എന്താണ്? അയണോസ്ഫിയർ. നെക്സ്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ആണ് ഇത്? അരക്കൻ പർവ്വതനിര. ഏതാണ്? അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏതാണ്? അത് അരക്കൻ പർവ്വതനിര. ഏതാണ്? അരക്കൻ പർവ്വതനിര. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏതാണ്? അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര അരക്കൻ പർവ്വതനിരയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏതാണ്? അത് ഹിന്ദുക്കുഷ് പർവ്വതനിര. ഏതാണ്? ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇനി വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ,
കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം. എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങളും ചോദിച്ചാൽ പറയണം. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവയൊക്കെ സാധ്യമായതോടെ ഹരിത വിപ്ലവം കൂടുതൽ ഹരിത വിപ്ലവത്തിന് സാധ്യമായല്ലേ. ഇനി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? അത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? അത് എം എസ് സ്വാമിനാഥനാണല്ലേ. 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞനാണ്? അത് നോർമൻ ഇ ബോർലോഗ്. ആരാണ്? നോർമൻ ഇ ബോർലോഗ്. PSC ക്വസ്റ്റ്യൻ ആണ്. നോർമൻ ഇ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? അത് 1970. ഏത് വർഷമാണ്? 1970. നെക്സ്റ്റ്, ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി കണക്കാക്കിയ ദാരിദ്ര്യ കണക്കാക്കാനുള്ള പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. എന്താണ്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക. നെക്സ്റ്റ്, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതിയാണ് ഏത്? ജീവനം പദ്ധതി. എന്താണ് ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. എങ്കിൽ എന്താണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. എന്താണ്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. ഓർത്തിരിക്കുക, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. ഒരു PSC പരീക്ഷ ചോദിച്ചു, 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ എന്നാണ് PSC ക്വസ്റ്റ്യൻ കണ്ടത്. 1 മുതൽ 7 വരെയല്ല, എത്ര വരെയാണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിൽ അല്ലേ. 1 മുതൽ 8 വരെ ക്ലാസ്സിൽ. ഇനി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. എന്താണ്? സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി അല്ലേ. ഇനി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആർക്കാണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എന്താണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നെക്സ്റ്റ്, കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 മെയ് 17 അല്ലേ. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തെന്നാണ് 1998 മെയ് 17. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-18 കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത കേരളം. ഏതാണ്? വിശപ്പുരഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത കേരളം. എങ്കിൽ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ 1098. എത്രയാണ്? 1098. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098 അല്ലേ. ഇനി ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? അത് 1090 ആണ് കേട്ടോ. ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1090. ഇനി ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക തെരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത 1957 കമ്മിറ്റി ഏതാണ്? അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇതാണ് ക്വസ്റ്റ്യൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത 1957 കമ്മിറ്റി ഏതാണ്? അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇനി അശോക് മേത്ത കമ്മിറ്റി. അപ്പം എന്താണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും പരസ്പരം മാറരുത്. ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനം പറഞ്ഞത് ബൽവന്ത് റായ് മേത്തയാണെങ്കിൽ ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റിയാണ് ഏത്? അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി ഏത് വർഷമാണ്? 1978 അല്ലേ. എങ്കിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ഓർത്തിരിക്കുക.
ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത 1957 കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എങ്കിൽ ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഏത് വർഷം? 1978. ഓർത്തിരിക്കുക. എങ്കിൽ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഇത് ആന്ധ്രാപ്രദേശ് അല്ലേ. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഇതിടാ ആന്ധ്രാപ്രദേശ് അല്ലേ. ആന്ധ്രാപ്രദേശ്. ഇനി എത്ര തരത്തിലെ നഗരപാലിക സംവിധാനമാണ് 74ാം ഭരണഘടന എത്ര തരത്തിലെ നഗരപാലികാ സംവിധാനമാണ് 74ാം ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്യുന്നത്? 2 തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും. 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജനകീയാസൂത്രണം. ഏത് പേരിൽ? ജനകീയാസൂത്രണം. എന്താണ്? 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജനകീയാസൂത്രണം. ഏത് പേരിൽ? ജനകീയാസൂത്രണം. നെക്സ്റ്റ്, 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്ര ശതമാനമായി ഉയർത്തി? 50%. എത്ര ശതമാനം? 50% അല്ലേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവയ്ക്കുന്നത്? 10%. എത്ര ശതമാനമാണ്? 10%. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവെക്കുന്നത്? 10%. ഇനി ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷതയാണ് ഇത് കൃഷിയിടങ്ങൾ. അപ്പം ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണല്ലേ. ഇനി ISR വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഇത് ഭൂവൻ. ഏതാണ്? ഭൂവൻ. ISR വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭൂവൻ. എങ്കിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനുള്ള സർക്കാർ ചെലവ് ഏതിനത്തിൽ പെടുന്നു? വികസന ചെലവ്. ഏത് ചെലവ്? വികസന ചെലവല്ലേ. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഏതിനത്തിൽ പെടുന്നു? വികസന ചെലവ്. നെക്സ്റ്റ്, മഹാമാരികള്, പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചെലവുകൾ ഏതിനത്തിലാണ്? അത് വികസനേതര ചെലവ്. ഏത് ചെലവ്? വികസനേതര ചെലവ്. അപ്പം പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനുള്ള സർക്കാർ ചെലവ് ഏതിനത്തിൽ പെടുന്നു? വികസന ചെലവാണെങ്കിൽ മഹാമാരികള്, പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചെലവുകൾ ഏതിനത്തിലാണ്? വികസനേതര ചെലവ്. ഇനി കെട്ടിട നികുതി ഇനം ഏത് നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതി. ഏത് നികുതിയാണ്? പ്രത്യക്ഷ നികുതി. കെട്ടിട നികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതി അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരമുള്ള രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് അറിയപ്പെടുന്നത് കേന്ദ്ര ബജറ്റ്. അപ്പം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരമുള്ള രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നു? കേന്ദ്ര ബജറ്റ് അല്ലേ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് R.K. ഷൺമുഖം ചെട്ടി. ആരാണ്? R.K. ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് ആരുടെ? R.K. ഷൺമുഖം ചെട്ടി അല്ലേ. ഇനി പൊതുവരുമാനം, പൊതു ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയമാണ് ഏതിടാ? ധനനയം. എന്താണ്? ധനനയം. പൊതുവരുമാനം, പൊതു ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയമാണ് ധനനയമെങ്കിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണെങ്കിൽ ഏത് ലോക നേതാവിൻ്റെ ആത്മകഥയാണ്? ലോ
ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. ഏത് ലോക നേതാവിൻ്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം? നെൽസൺ മണ്ടേല അല്ലേ. ഇനി കേരളത്തിലെ ഏത് ഭരണാധികാരികളുടെ നാണയമായിരുന്നു വീരരായൻ പണം? അത് കോഴിക്കോട് സാമൂതിരി. ആരുടേതാണ്? കോഴിക്കോട് സാമൂതിരി. കേരളത്തിലെ ഏത് ഭരണാധികാരികളുടെ നാണയമായിരുന്നു വീരരായൻ പണം എന്ന് ചോദിച്ചാൽ പറയണം, അത് കോഴിക്കോട് സാമൂതിരി. നെക്സ്റ്റ് 1917 മെയ് 29 ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചേറായിൽ എന്ത് നടത്തിയത്? മിശ്രഭോജനം സംഘടിപ്പിച്ചത്. നമുക്കറിയാം മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇനി നെക്സ്റ്റ് ഒരു നമ്മുടെ സൈഡിൽ കൊടുത്തൊരു ഇതാണ് ദ സ്റ്റോക്ക് മാൻഡവില്ല ഗെയിംസ്. ദി സ്റ്റോക്ക് മാൻഡവില്ല ഗെയിംസ് എന്ന് തുടക്കത്തിൽ വിളിക്കപ്പെട്ട കായികമേളയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? അത് പാരാളിമ്പിക് ഗെയിംസ് എന്നാണ്. പാരാളിമ്പിക്സ് ഗെയിം ആണ് കേട്ടോ. അപ്പം ദി സ്റ്റോക്ക് മാൻഡവില്ലെ ഗെയിംസ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട കായികമേളയുടെ ഇപ്പോഴത്തെ പേരാണ് പാരാളിമ്പിക് ഗെയിംസ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാണ്? അത് പള്ളിക്കര വില്ലേജ് ആണ് അല്ലേ. ഏത് ജില്ല? കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാണ്? പള്ളിക്കര വില്ലേജ് ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് മുംബൈയിലെ ജുഹു. ഏതാണ്? ജുഹു. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് മുംബൈയിലെ ജുഹു. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ വേണ്ട കാലയളവ് അറിയപ്പെടുന്നത് നക്ഷത്ര മാസം എന്നാണ്. എന്താണ്? നക്ഷത്ര മാസം. എന്താണ് നക്ഷത്ര മാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ വേണ്ട കാലയളവാണ് ഇത് നക്ഷത്ര മാസം. ഒരു നക്ഷത്ര മാസം എന്നറിയപ്പെടുന്നത് ഏകദേശം 27.3 ദിവസം. എത്രയാണ്? 27.3 ദിവസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ വേണ്ട കാലയളവ് ഏകദേശം 27.3 ദിവസമാണ്. ആ 27.3 ദിവസ കാലയളവിനെ ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ഏത് വർഷമാണ്? 2013 അല്ലേ. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023. എന്താണ്? 2023 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023 ആണ് അല്ലേ. ഇനി എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്തിൻ്റെ സ്മരണാർത്ഥമാണ്? അത് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 അല്ലേ. ആ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1918. ഏത് വർഷമാണ്? 1918 അല്ലേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1918. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 അല്ലേ. ഇനി എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 27. അപ്പം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത് 1957 ഏപ്രിൽ 27 ആ 27 ഓർമ്മയ്ക്ക് എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 27 അല്ലേ. ഇനി ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. എന്താണ് സുവർണ ചതുഷ്കോണം? ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണമെങ്കിൽ സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 12 സംസ്ഥാനങ്ങൾ. എത്ര സംസ്ഥാനങ്ങൾ? 12 സംസ്ഥാനങ്ങൾ. സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 12 സംസ്ഥാനങ്ങൾ അല്ലേ. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് തിരൂർ ടു ബേപ്പൂർ. ഏത് വർഷമാണ് ആ കേരളത്തിൽ? 1861. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ആരംഭിച്ചത് 1861 അല്ലേ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത
1861 തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. ഇപ്പോൾ തിരൂർ മുതൽ ബേപ്പൂർ വരെ 1861. ഇനി കനോലി കനാൽ എന്നൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? അത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ. എത്രയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ. എന്താണ്? കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് അല്ലേ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അത് വേളി ടു കഠിനകുളം കായൽ. ഏതാണ്? വേളിക്കായലിനെയും കഠിനകുളം കായലിനെയും. തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അത് കഠിനകുളം കായലിനെയും വേളിക്കായലിനെയും ബന്ധിപ്പിക്കുന്നുവെങ്കിൽ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം എന്താണ്? മലനാടാണ് അല്ലേ. കേരളത്തിലെ മലനാട്ടിൽ നിന്നാണ് എന്താണ് കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത്. ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കേരളത്തിന്റെ ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതയാണെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ്? അത് ഇടനാടാണ്. ഏതാണ്? ഇടനാട്. എന്താണ് ഇടനാടിന്റെ പ്രത്യേകത? ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കേരളത്തിലെ ഏത് ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയാണ്? ഇടനാടാണല്ലേ. ഇടനാട്. ഇനി ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? കേരളം. ജലലഭ്യതയും ഉപഭോഗവും കണക്കിലാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമല്ലേ. ഇനി ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഇനി ഞാൻ ഒഴുകട്ടെ. എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ. എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനമൊരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കുവാനുള്ള ജനകീയ ക്യാമ്പയിൻ ഏതാണ്? അത് തെളിനീരൊഴുകും നവകേരളം. ഏതാണ്? തെളിനീരൊഴുകും നവകേരളം. ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനമൊരുക്കി. ഇതാണ് ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനമൊരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിനാണ് തെളിനീരൊഴുകും നവകേരളം. എന്താണ്? തെളിനീരൊഴുകും നവകേരളം. ഇനി സമപന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ചവരാണ്? അയ്യ വൈകുണ്ഠസ്വാമി അല്ലെ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണെങ്കിൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഊരുട്ടമ്പലം. എവിടെയാണ്? ഊരുട്ടമ്പലം. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഊരുട്ടമ്പലം. ഇനി പരോക്ഷ സബ്സിഡികൾക്ക് ഉദാഹരണങ്ങൾ ഏവയാണ്? അത് നികുതി നിരക്ക് അത് നികുതി നിരക്ക് കുറയ്ക്കൽ, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കൽ. നെക്സ്റ്റ്, കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ഏതിടാ? ലൈഫ്. ഏതാണ്? ലൈഫ്. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ഇത് ലൈഫ് അല്ലേ. ഇനി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളാക്കുന്ന പദ്ധതിയാണ് ഏത്? തീരമൈത്രി. എന്നാണ് തീരമൈത്രി. ആർക്കാണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഏതിടാ? തീരമൈത്രി അല്ലേ. എങ്കിൽ എന്താണ് കൈവല്യ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഇത് കൈവല്യ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർ അല്ലേ. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന
പുനരധിവാസ പദ്ധതിയാണ് ഏതിടാ കൈവല്യ. നെക്സ്റ്റ്, ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. എന്താണ് വിദ്യാവാഹിനി? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ഏതാണ് വിദ്യാവാഹിനി അല്ലേ. ഇനി ഗോതമ്പ് വിപ്ലവം. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന കൃഷി രീതിയാണ് ഏത്? ഉപജീവന കൃഷി. എന്താണ് ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന കൃഷിരീതിയാണ് ഉപജീവന കൃഷി അല്ലേ. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതയാണ്? തോട്ടവിള കൃഷി. ഏതിൻ്റെ പ്രത്യേകതയാണ്? തോട്ടവിള കൃഷി. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതയാണ്? അത് തോട്ടവിള കൃഷി. ഇനി ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷിയാണ് ഏത്? വാണിജ്യ വിളകൃഷി. ഏതാണ് വാണിജ്യ വിളകൃഷി? ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷിയാണ് ഇത് വാണിജ്യ വിളകൃഷി അല്ലേ. ആദ്യഘട്ടത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടായത് ഗോതമ്പ് ഉൽപാദനത്തിലായതിനാൽ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഏതിനെയാണ്? ഹരിത വിപ്ലവം. ഹരിത വിപ്ലവമാണ് എന്ന് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ഏതൊരു ഉൽപാദനത്തിലാണ്? യെസ്, ഇതാണ് ഗോതമ്പാണ് അല്ലേ. അതുകൊണ്ട് ഗോതമ്പ് വിപ്ലവം അറിയപ്പെടുന്നത്, ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ്. ഇനി എന്താണ് ജനനി ജന്മരക്ഷ? ഗോത്ര വിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ജനനി ജന്മരക്ഷ. എന്താണ് ജനനി ജന്മരക്ഷ അല്ലേ. ഗോത്ര വിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. നെക്സ്റ്റ്, ഈ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. ആർക്ക് വേണ്ടിയിട്ടാണ്? തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് പ്രതിഭാതീരം. ഏതാണ് പ്രതിഭാതീരം. നെക്സ്റ്റ്, ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗരെ പ്രൈമറി സ്കൂൾ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. എന്താണ് ഗോത്രബന്ധു? എന്താണ് ഗോത്രബന്ധു? ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. എങ്കിൽ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നതാണ് യുറാനസ് ആണ് അല്ലേ. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നത് യുറാനസ് ആണെങ്കിൽ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നത് ആദ്യമായി വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞനാണ് ഇത് നിക്കോളാസ് കോപ്പർനിക്കസ്. എന്താണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വിവരിച്ച പോളിഷ് ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ? അത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ഏത് ഗ്രഹത്തിനിടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്? അത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് അല്ലേ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് ഇത് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. എന്താണ് ഉൽക്കകൾ? എന്താണ് നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷണങ്ങളാണ് ഉൽക്കകൾ അല്ലേ. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കത്തിത്തീരുന്നതിനാൽ പ്രാദേശികമായി കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടുന്നതാണ് ഉൽക്കകൾ. കൊള്ളിമീൻ എന്നറിയപ്പെടുന്നത് ഉൽക്കകളാണല്ലേ. ഇനി മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം,
മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. എന്താണ്? മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഇനി ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് എന്നിവ ഏത് മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടിയാണ്? ഏത് മിഷന്റെ കർമ്മ പരിപാടിയാണ് ചോദിച്ചാൽ പറയണം. ഏത് മിഷനാടാം? അത് യെസ്, ഹരിത കേരള മിഷൻ. ഏതാണ്? ഹരിത കേരള മിഷൻ അല്ലേ. ഇനി 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാക്കുന്ന ബാലവേല നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം 1986. എപ്പോഴാണ്? 1986. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ 34 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റായി ഈ ക്ലാസ്. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കും? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോസും കൂടി നമുക്ക് ചെയ്യാം. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം പാർട്ട് 1 തന്നെ കഴിയണത്രേ. ഓക്കെ, യെസ്. അപ്പോൾ പാർട്ട് 1 2 ഘട്ടമായിട്ട് ഞാൻ ഇടാം. അതുപോലെ തന്നെ പാർട്ട് 2 വേണ്ട പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, സീ യു.